സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മ എന്നാണ്. അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ? ഇറ്റ് ഈസ് ദ ടെൻഷൻ ഓഫ് ദ surface film of a liquid caused by the attraction, that is cohesion of the particles in the surface layer by the bulk of the liquid, which tends to minimize the surface area. അതായത് സർഫസ് ഏരിയ എന്ന് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ടെൻഡൻസിയാണ്, ഒരു ഇലാസ്റ്റിക് ടെൻഡൻസിയാണ് ഫ്ലൂയിഡിൻ്റെ സർഫസിൻ്റെ. സോ ഇലാസ്റ്റിക് ടെൻഡൻസി ഓഫ് എ ഫ്ലൂയിഡ് സർഫസ് എന്തിനു വേണ്ടി? ടു ഷ്രിങ്ക് ഇൻ ടു ദ മിനിമം പോസിബിൾ സർഫസ് ഏരിയ. ഒരു മിനിമം സർഫസ് ഏരിയയിലേക്ക്, പോസിബിൾ ആയിട്ടുള്ള സർഫസ് ഏരിയയിലേക്ക് ഷ്രിങ്ക് ചെയ്യുന്നതിനുള്ള ഒരു ഫ്ലൂയിഡ് സർഫസിൻ്റെ ഇലാസ്റ്റിക് ടെൻഡൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സർഫസ് ടെൻഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ബൾക്ക് മോളിക്യൂൾസ്, ഈ ലിക്വിഡിലെ ബൾക്ക് മോളിക്യൂൾസ് ആർ പുൾഡ് ഫ്രം ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിൽ നിന്നും. ഇതൊരു ലിക്വിഡ് മോളിക്യൂൾ ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിൽ നിന്നും എന്ത് ചെയ്യും? ആ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യപ്പെടും. ഏതൊക്കെ ഡയറക്ഷൻ ഉണ്ടോ എല്ലാ ഡയറക്ഷനിൽ നിന്നും എന്ത് ചെയ്യും? അട്രാക്ഷൻ ഉണ്ടാവും. ബൾക്ക് മോളിക്യൂൾസ് ആർ പുൾഡ് ഫ്രം ഓൾ ഡയറക്ഷൻ. എന്നാൽ ലിക്വിഡിൻ്റെ സർഫസിലുള്ളത്, അതായത് സർഫസ് മോളിക്യൂൾസ്, അത് എപ്പോഴും ഇങ്ങനെ എവിടെ നിന്നേ മേലോട്ട് കാണില്ല. അത് പുൾഡ് ഇൻവേർഡ്സ് ആയിരിക്കും. അതായത് സർഫസ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ലിക്വിഡിൻ്റെ സർഫസ് എങ്കിൽ, അപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ ഇരിക്കുകയാണെങ്കിൽ ആ മോളിക്യൂൾസിനെ ഇൻവേർഡ്സിലേക്ക് മാത്രം എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. എന്നാൽ ബൾക്ക് മോളിക്യൂൾസിൽ ഇങ്ങോട്ട് താഴോട്ട് വരുന്തോറും മോളിക്യൂൾസിനെ എല്ലാ ഡയറക്ഷനിൽ നിന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അട്രാക്ട് ചെയ്യും. എന്നാൽ സർഫസിലുള്ള മോളിക്യൂൾസിനെ ഇൻവേർഡിലേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അട്രാക്ട് ചെയ്യുന്നുള്ളൂ. അതായത് പുൾഡ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വലിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഒരു തിൻ ലെയർ സർഫസിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. ഒരു സർഫസ് ഫിലിം അവിടെ എന്ത് ചെയ്യും? ആ ലിക്വിഡിൻ്റെ സർഫസിൽ ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ സർഫസ് ടെൻഷൻ ഫോഴ്സ് ബൈ ലെങ്ത്. സർഫസ് ടെൻഷൻ ഫോഴ്സിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സർഫസ് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ടെൻഡൻസിയാണ് ലിക്വിഡ് സർഫസിൻ്റെ. എന്തിനു വേണ്ടി? ടു ഷ്രിങ്ക് ടു ദ മിനിമം സർഫസ് ഏരിയ ഡ്യൂ ടു കോഹസീവ് ഫോഴ്സ്. കോഹസീവ് ഫോഴ്സ് മൂലം ഒരു മിനിമം സർഫസ് ഏരിയയിലേക്ക് ചുരുങ്ങാനായിട്ട്, ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഉള്ള ലിക്വിഡ് സർഫസിൻ്റെ ടെൻഡൻസിയെ നമ്മൾ വിളിക്കുന്നതാണെന്ത്? സർഫസ് ടെൻഷൻ. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ഡയമെൻഷണൽ ഫോർമുല സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? എം ടി റേസ് ടു -2. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഫോർ സർഫസ് ടെൻഷൻ എന്താണ്? എം ടി റേസ് ടു -2. ഇനി ഫോർ ഐഡിയൽ ഫ്ലൂയിഡ്, ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ സർഫസ് ടെൻഷൻ എന്തായിരിക്കും? 0. വൈ? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് കോഹസീവ് ഫോഴ്സ്. കാരണം സർഫസ് ടെൻഷന് കാരണം തന്നെ കോഹസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐഡിയൽ ഫ്ലൂയിഡിൽ സർഫസ് ടെൻഷൻ 0 ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് കോഹിഷൻ ഫോഴ്സ്. അപ്പോൾ കോഹിഷൻ ഫോഴ്സിൻ്റെ അഭാവം കൊണ്ടാണ് ഒരു ഐഡിയൽ ഫ്ലൂയിഡിൽ സർഫസ് ടെൻഷൻ എന്താകുന്നത്? 0. ഇനി അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ദർ ഇസ് നോ ഡിസ്റ്റിങ് ലിക്വിഡ് വേപ്പർ ഇൻ്റർഫേസ്. ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എന്തില്ല? ദർ ഇസ് നോ ഡിസ്റ്റിങ് ലിക്വിഡ് വേപ്പർ ഇൻ്റർഫേസ്. ഈ ലിക്വിഡിനെയും വേപ്പറിനെയും തിരിക്കുന്നതിനായിട്ടൊരു വ്യക്തമായൊരു ഇൻ്റർഫേസ് അവിടെ കാണില്ല. ഹെൻസ് സർഫസ് ടെൻഷൻ ഈസ് 0 അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിലും സർഫസ് ടെൻഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡിൽ സർഫസ് ടെൻഷൻ 0 ആണ്. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് കോഹിഷൻ ഫോഴ്സ്. ഇനി ക്രിട്ടിക്കൽ പോയിന്റിലും ദർ ഇസ് നോ ഡിസ്റ്റിങ്ക്റ്റ് ലിക്വിഡ് വേപ്പർ ഇൻ്റർഫേസ്. അവിടെ ഒരു വ്യക്തമായ ലിക്വിഡ് വേപ്പർ ഇൻ്റർഫേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം സർഫസ് ടെൻഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഏത് പോയിന്റിൽ? ക്രിട്ടിക്കൽ പോയിന്റിൽ. ഇനി ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ, അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മോളിക്യൂൾസിന് കൂടുതൽ എനർജി കിട്ടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഫോഴ്സ് കുറയും? കോഹിഷൻ കുറയും. സോ ഫോർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ദ കോഹിഷൻ ഡിക്രീസ്, ലീഡിങ് ടു ഡിക്രീസ് ഇൻ സർഫസ് ടെൻഷൻ. അപ്പോൾ മറ്റൊരു പോയിന്റ് കൂടെ നമ്മൾ പഠിച്ചു. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കോഹിഷൻ കുറയുകയും അതിൻ്റെ ഫലമായിട്ട് സർഫസ് ടെൻഷൻ കുറയുകയും ചെയ്യും. ഇനി ഫോർ വാട്ടർ എയർ ഇൻ്റർഫേസ്, വാട്ടറും എയറുമാണ് നമ്മൾ വാട്ടർ എയറിൻ്റെ ഒരു ഇൻ്റർഫേസ് എടുക്കുകയാണെങ്കിൽ ആ 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണെങ്കിൽ ദ വാല്യൂ ഓഫ് സർഫസ് ടെൻഷൻ ഈസ് 0.0736 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇനി എയറും മെർക്കുറിയുമാണ് ഇൻ്റർഫേസിൽ വരുന്നതെങ്കിൽ സർഫസ് ടെൻഷൻ്റെ വാല്യൂ 0.480 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വാട്ടറും എയറുമാണ് ഇൻ്റർഫേസ് എങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാട്ടർ ഇൻ്റർഫേസ് എടുക്കുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ്റെ വാല്യൂ 0.0736 ന്യൂട്ടൺ പെർ മീറ്ററും എയർ മെർക്കുറി ഇൻ്റർഫേസ് ആണ് വരുന്നതെങ്കിൽ
സർഫസ് ടെൻഷൻ്റെ വാല്യൂ 0.480 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. ഇനി ഈ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് ഏത് ഫോഴ്സ് മൂലം മാത്രമാണ്? ഡ്യൂ ടു കൊഹിഷൻ. കൊഹിഷൻ മൂലം മാത്രമാണ് എന്തുണ്ടാകുന്നത്? സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. ഇനി ഗേജ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ്. ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗേജ് പ്രഷർ കാണാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി. അതായത് സർഫസ് ടെൻഷൻ വെച്ചാണ് ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗേജ് പ്രഷർ മീൻസ് പോസിറ്റീവ് പ്രഷർ. ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ അതിനകത്തുള്ള ഗേജ് പ്രഷർ കാണാനുള്ള ഇക്വേഷനാണ് 4 സിഗ്മ ബൈ ഡി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷറാണ്, ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട്, ഇൻസൈഡിലെ പ്രഷർ മൈനസ് ഔട്ട്സൈഡിലെ പ്രഷർ. ആൻഡ് പി ഔട്ട് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്, അത് 0 ആയിരിക്കും. ദെൻ ഗേജ് പ്രഷർ ഇൻസൈഡ് ആൻഡ് എയർ ബബിൾ ആണെങ്കിലും ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി എന്ന് തന്നെയാണ്. എയർ ബബിളിലും ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പി ഇൻ മൈനസ് പി ഔട്ട്. പി ഔട്ട് എന്ന് പറയുന്നത് പി അറ്റ്മോസ്ഫിയർ ആണ്, ദാറ്റ് 0 ഗേജ് പ്രഷർ. ഇനി ഗേജ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ ആണെങ്കിൽ ഡെൽറ്റ പി ചേഞ്ച് ഇൻ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ 8 സിഗ്മ ബൈ ഡി എന്നാണ്. അവിടെ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ പി ഇൻ മൈനസ് പി ഔട്ട്. പി ഔട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വലാണ്, ദാറ്റ് ഈസ് 0 ഗേജ് പ്രഷർ. ദെൻ ഗേജ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ജെറ്റ് ആണെങ്കിൽ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 സിഗ്മ ബൈ ഡി എന്നായിരിക്കും. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു പി ഇൻ മൈനസ് പി ഔട്ട്. ഇനി വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ആൻഡ് ഇന്റർഫേസ് ഓർ ഇൻക്രീസ് ഇൻ സർഫസ് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഡബ്ല്യു ഡി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ആൻഡ് ഇന്റർഫേസ്. ഒരു ഇന്റർഫേസിനെ സ്ട്രെച്ച് ചെയ്യാൻ എടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു ഡെൽറ്റ എ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ഏരിയ. ദെൻ ഡബ്ല്യു ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ഇ എസ്, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ സർഫസ് എനർജി എന്ന് എഴുതാം. ഇൻക്രീസ് ഇൻ സർഫസ് എനർജി എന്ന് പറയുന്നതും ഡബ്ല്യു ഡി എന്താണ്? ഈക്വലാണ്, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഡെൽറ്റ എ. ദെർഫോർ ഇ എസ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എന്തായിരിക്കും? എ. ഡെൽറ്റ എ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഓഫ് എക്സ്പോസ്ഡ് സർഫസ് ഓർ ഇന്റർഫേസ് ഏരിയ. നമ്മൾ സ്ട്രെച്ച് ചെയ്യല്ലേ, സ്ട്രെച്ച് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ആൻഡ് ഇന്റർഫേസ് ഓർ ഇൻക്രീസ് ഇൻ സർഫസ് എനർജി എന്നാണ്. അപ്പോൾ ഡെൽറ്റ മീൻസ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഓഫ് എക്സ്പോസ്ഡ് സർഫസ്. ഇനി വർക്ക് ഡൺ in converting large spherical droplet into n number of small spherical droplet. അത് കാണാനുള്ള വർക്ക് ഡൺ ആണ് ഡെൽറ്റ ഇ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ടൈംസ് n ദ പവർ ഓഫ് 1/3 മൈനസ് 1. ആർ എന്ന് പറയുന്നത് ആ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റിൻ്റെ റേഡിയസ് ആയിരിക്കും. ക്യാപിറ്റൽ ആർ മീൻസ് റേഡിയസ് ഓഫ് ലാർജ് സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഇനി സ്മോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്മോൾ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ് ആണ്. അത് കാണാനായിട്ട് 6/n ദ പവർ ഓഫ് 1/3 എന്നായിരിക്കും. ഈ ഇക്വേഷൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്മോൾ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ്സുകളാണ്. ഈ ഇക്വേഷനാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? വർക്ക് ഡൺ ഇൻ കൺവേർട്ടിംഗ് എ ലാർജ് സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ്സ് ഇൻറ്റു n നമ്പർ ഓഫ് സ്മോൾ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ്. ഒരു വലിയ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റിനെ കുറേയേറെ സ്മോൾ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ് ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ ഇ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇൻറ്റു n ദ പവർ ഓഫ് 1/3 മൈനസ് 1. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്മോൾ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ് ആണ്. ക്യാപിറ്റൽ ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേഡിയസ് ഓഫ് ലാർജ് സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ്സ് ആണ്. സ്മോൾ ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് r/n ദ പവർ ഓഫ് 1/3 ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്മോൾ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ടെൻഷൻ നമ്മൾ പറഞ്ഞതാണ് ഒക്കേസ് ഡ്യൂറിങ് എ ഗ്യാസ് ലിക്വിഡ് ഇൻ്റർഫേസ്. ഒരു ഗ്യാസും ലിക്വിഡും ഇൻ്റർഫേസ് അവിടെ എന്തുണ്ടാകാം? സർഫസ് ടെൻഷൻ ഉണ്ടാകും. ബട്ട് ഇഫ് ദാറ്റ് ഇൻ്റർഫേസ് കം ഇൻ കോണ്ടാക്ട് വിത്ത് എ സോളിഡ് സർഫസ്, അതായത് ഈ ഇൻ്റർഫേസ് ഈ ആരുമായാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ സർഫസ് ടെൻഷൻ ഒക്കർ ചെയ്യുന്നത് ഒരു ഗ്യാസ് ലിക്വിഡ് ഇൻ്റർഫേസിലാണ് നമ്മൾ പറഞ്ഞു, ലിക്വിഡും വേപ്പറും. ബട്ട് ഇഫ് ദാറ്റ് ഇൻ്റർഫേസ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സോളിഡ് സർഫസ്, ആ ഇൻ്റർഫേസ് ഒരു സോളിഡ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ, സച്ച് ആസ് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ, നമ്മൾ വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട്, ദ ഇൻ്റർഫേസ് യൂഷ്വലി കർവ് അപ്പ് ഓർ ഡൗൺ നിയർ ദാറ്റ് സർഫസ്. അപ്പോൾ ആ ഇൻ്റർഫേസ് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇങ്ങനെ കർവ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കർവ് എന്ത് ചെയ്യാം? ഡൗൺ ചെയ്യാം ആ സർഫസിൻ്റെ അടുക്കൽ. Such a concave or convex surface shape is known as meniscus. ഇങ്ങനെ ഉണ്ടാകുന്ന കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് സർഫസ് ഷേപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മെനിസ്കസ് എന്ന് പറയാം. ആ മെനിസ്കസിൽ നിന്ന് നമ്മൾ കോണ്ടാക്ട് ആംഗിൾ തീറ്റ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം സർഫസ് ടെൻഷൻ പൊതുവേ ഉണ്ടാകുന്നത് ഒരു ഗ്യാസ് ലിക്വിഡ് ഇൻ്റർഫേസിലാണ്.
എന്നാൽ ഈ ഗ്യാസ് ലിക്വിഡ് ഇൻ്റർഫേസ് ആരുമായി കോണ്ടാക്റ്റിൽ വരികയാണെന്ന് വിചാരിക്കുക. ഈ ഇൻ്റർഫേസ് ഒരു സോളിഡ് സർഫസുമായിട്ട്, അതായത് ഒരു വാൾസ് ഓഫ് ദ കണ്ടെയ്നറുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ ഈ ഇൻ്റർഫേസ് എന്ത് ചെയ്യപ്പെടും? കർവ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കർവ് ഡൗൺ ചെയ്യാം ആ സർഫസിന് അടുക്കലായിട്ട്. അങ്ങനെ ഉണ്ടാകുന്ന കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് സർഫസ് ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് മെനിസ്കസ്. ഇനി ഈ മെനിസ്കസ് ഒരു കോൺകേവ് ആണെന്ന് വിചാരിക്കാം, അകം കുഴിഞ്ഞിരിക്കുന്നത്, അതിനാണ് കോൺകേവ് എന്ന് പറയുന്നത്. കോൺവെക്സ് മീൻസ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ട്. അപ്പം വെൻ ദ മെനിസ്കസ് ഈസ് കോൺകേവ്, മെനിസ്കസ് ഒരു കോൺകേവ് ആണെങ്കിൽ അവിടെ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും ആരെ അപേക്ഷിച്ച്? കൊഹസീവ് ഫോഴ്സിനെ അപേക്ഷിച്ച്. അതായത് കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മോളിക്യൂൾസുകൾ, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഉള്ള മോളിക്യൂൾസുകൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള മോളിക്യൂൾസുകൾ തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഉണ്ടാകുന്ന മെനിസ്കസ് ഒരു കോൺകേവ് ഷേപ്പാണ് എങ്കിൽ അഡ്ഹസീവ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും കൊഹസീവ് ഫോഴ്സിനേക്കാൾ. അങ്ങനെ ആകുന്ന സമയത്ത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ 90 ഡിഗ്രിയേക്കാൾ എന്തായിരിക്കും? കുറവാണ്. ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി. സി, ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഇതൊരു സോളിഡ് സർഫസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു എന്തുണ്ടാകുന്നുണ്ട്? ഇവിടെ ഇത് ഗ്യാസ്, ഇതെന്താണ്? ലിക്വിഡ്. ഇവിടെ ലിക്വിഡ്, ഇത് ഗ്യാസ്, ഇതൊരു സോളിഡ് സർഫസ് ആണ്. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന തീറ്റയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എത്രയായിരിക്കും? ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. എപ്പോഴാണ് പറയുന്നത്? വെൻ ദ മെനിസ്കസ് ഈസ് കോൺകേവ്. മെനിസ്കസ് എന്താണ്? കോൺകേവ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന തീറ്റ എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. കാരണം അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ് സെയിം മോളിക്യൂളുമായിട്ടുള്ള അട്രാക്ഷനേക്കാൾ. അതുകൊണ്ടാണ് അവിടെ തീറ്റ എത്രയാണ്? ലെസ് ദാൻ 90 ഡിഗ്രി. ദാറ്റ് ഈസ് തീറ്റ ലെസ് ദാൻ π/2. 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇതാണ് വെറ്റിംഗ് ലിക്വിഡ് വാട്ടർ ആൻഡ് സോളിഡ് സർഫസ് ഇൻ്റർഫേസ്. അടുത്തത് വെൻ ദ മെനിസ്കസ് ഈസ് കോൺവെക്സ്. മെനിസ്കസ് എന്താവുകയാണെങ്കിൽ? കോൺവെക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പോൾ അവിടെ നേരെ തിരിയും. അഡ്ഹസീവ് ഫോഴ്സ് കുറവും കൊഹസീവ് ഫോഴ്സ് എന്താണ്? കൂടുതലുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു നോൺ വെറ്റിംഗ് ലിക്വിഡാണ്, മെർക്കുറിയാണ്. ഇവിടെ വാട്ടർ അല്ല, നോൺ വെറ്റിംഗ് ആയിട്ടുള്ള ലിക്വിഡാണ് മെർക്കുറിയും സോളിഡ് സർഫസും കൂടെ ഉള്ള ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡ്, ഇതെന്താണ്? സോളിഡ്, ഇവിടെ ഗ്യാസും. സോ ഇവിടെ നോക്കിയേ, ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? കൂടുതലാണ്, തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ ഗ്രേറ്റർ ദാൻ π/2 ആണ് വെൻ ദ മെനിസ്കസ് ഈസ് കോൺവെക്സ്. ഉണ്ടാകുന്ന മെനിസ്കസ് കോൺവെക്സ് ആകുമ്പോൾ. അതെന്തുകൊണ്ടാണ്? അഡ്ഹസീവ് ഫോഴ്സ് കുറവും കൊഹസീവ് ഫോഴ്സ് കൂടുതലുമാണ്. അവിടെ വരുന്നത് ആരൊക്കെ തമ്മിലുള്ള ഇൻ്റർഫേസ് ആണ്? നോൺ വെറ്റിംഗ് ലിക്വിഡ് ആയിട്ടുള്ള മെർക്കുറിയും സോളിഡ് സർഫസ് ഇൻ്റർഫേസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് വെറ്റിംഗ് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറും സോളിഡ് സർഫസ് ഇൻ്റർഫേസും വരുമ്പോൾ അവിടെ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലും കൊഹസീവ് ഫോഴ്സ് കുറവുമാണ്. ആ സമയത്ത് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. അപ്പോൾ കൊഹസീവ് ഫോഴ്സ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കൊഹസീവ് ഫോഴ്സ് മീൻസ് ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ സെയിം മോളിക്യൂൾ. ഒരേ തരത്തിലുള്ള മോളിക്യൂൾ തമ്മിലുള്ള ഇന്റർമോളിക്കുലാർ അട്രാക്ഷനെയാണ് നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് മോളിക്യൂൾസ്. ഇനി നമ്മൾ പോകുന്നത് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി ആക്ഷൻ എന്താണെന്നാണ്. അപ്പോൾ കാപ്പിലാരിറ്റി ഓർ കാപ്പിലറി ആക്ഷൻ മീൻസ് is the ability of a narrow tube to rise or fall of a liquid against the force of ഗ്രാവിറ്റി. അപ്പോൾ ഒരു കാപ്പിലാരിറ്റി ഒരു കഴിവാണ്. ഒരു നാരോ ട്യൂബിനകത്ത് ഈ റൈസ് ഓർ ഫാൾ ഓഫ് എ ലിക്വിഡ് ഉയരുന്നു അല്ലെങ്കിൽ താഴുന്നു, പെട്ടെന്ന് ഉയർന്നു വരാം അല്ലെങ്കിൽ താഴ്ന്നു പോകാം. എഗൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എന്തിന് എഗൻസ്റ്റ് ആയിട്ട്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട്. ഈ ഒരു എബിലിറ്റിയാണ് നമ്മളെന്ന് പറയുന്നത് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാപ്പിലറി ആക്ഷന് റെസ്പോൺസിബിൾ ആയ രണ്ട് ഫോഴ്സുകളാണ് അഡ്ഹഷനും കൊഹിഷനും. സോ അഡ്ഹഷൻ ആൻഡ് കൊഹിഷൻ ബോത്ത് ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട്? capillary action. Okay, then the rise of liquid surface is known as capillary rise. അപ്പം ഈ ഒരു നാരോ ട്യൂബിനകത്ത് ലിക്വിഡ് എന്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക് പോവുകയാണ്, റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഇരച്ചു കയറി മേലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കാപ്പിലറി റൈസ്, ദ റൈസ് ഓഫ് ലിക്വിഡ് സർഫസ്. അതേ സമയത്ത് ഫാൾ ഓഫ് ലിക്വിഡ് സർഫസ് ആണെങ്കിൽ ആ ലിക്വിഡ് നേരെ താഴോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയാം. അപ്പം ഇതിന് കാരണമായി തീരുന്ന കാപ്പിലറി റൈസ് ആണെങ്കിലും കാപ്പിലറി ഡിപ്രഷൻ ആണെങ്കിലും അതിന് കാരണമായി തീരുന്ന രണ്ട് ഫോഴ്സുകളാണ് അഡ്ഹഷൻ ആൻഡ് കൊഹിഷൻ. അഡ്ഹഷനും കൊഹിഷനും ഈ രണ്ടെണ്ണമാണ് റെസ്പോൺസിബിൾ ഫോർ വാട്ട്? കാപ്പിലറി ആക്ഷൻ. അപ്പം ലിക്വിഡ് സർഫസ് റൈസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം?
കാപ്പിലറി റൈസ് എന്നും, അതുപോലെ ഫാൾ ഓഫ് ദ ലിക്വിഡ് സർഫസ് ആണെങ്കിൽ എന്ത് പറയാം, കാപ്പിലറി ഡിപ്രഷൻ എന്നും നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇനി കാപ്പിലറി റൈസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അഡ്ഹഷൻ ഫോഴ്സ് കൂടുതൽ, കോഹിഷൻ എന്താണ് കുറവ്. വെറ്റിൻ ലിക്വിഡുമായിട്ട് വരുന്നതാണ്. വെറ്റിൻ ലിക്വിഡ് മീൻസ് വാട്ടർ. അപ്പോൾ ഇവിടെ അഡ്ഹഷൻ കൂടുതലും കോഹിഷൻ കുറവുമാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, കാപ്പിലറി റൈസ് ആണ് ഉണ്ടാകുന്നത്. സോ ഇവിടെ രണ്ട് ഫോഴ്സുകൾ വരും. ഒന്ന് വെർട്ടിക്കലി അപ്വേർഡ് കമ്പോണന്റ് ഓഫ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. സർഫസ് ടെൻഷൻ ഫോഴ്സ് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. അത് എന്തിന് ഈക്വലായിരിക്കും, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് റൈസ്. അവിടെ എത്ര മാത്രമാണോ ലിക്വിഡ് റൈസ് ചെയ്യുന്നത് ആ ലിക്വിഡിന്റെ വെയിറ്റ് ഓഫ് ലിക്വിഡ് റൈസിന് ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്, വെർട്ടിക്കലി അപ്വേർഡ് കമ്പോണന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ റൈസ് സ്റ്റോപ്പ് ചെയ്യും. എപ്പോഴാണ് ക്യാപിറ്റൽ റൈസ് സ്റ്റോപ്പ് ചെയ്യുന്നത്? വെൻ വെർട്ടിക്കലി ഡൗൺവേർഡ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് റൈസ് ഈസ് എക്സാക്ട്ലി ബാലൻസ്ഡ് ബൈ ദ വെർട്ടിക്കലി അപ്വേർഡ് കമ്പോണന്റ് ഓഫ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. രണ്ട് ഫോഴ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ വെർട്ടിക്കലി അപ്വേർഡ് കമ്പോണന്റ് ഓഫ് സർഫസ് ടെൻഷന്റെ വെർട്ടിക്കലി അപ്വേർഡ് കമ്പോണന്റ് എന്തിന് ഈക്വൽ ആകുന്ന സമയത്ത്, അതിനെ ബാലൻസ് ചെയ്യുന്ന വെയിറ്റ് ഓഫ് ലിക്വിഡ് റൈസും ഈക്വൽ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ക്യാപിറ്റൽ റൈസ് സ്റ്റോപ്പ് ചെയ്യപ്പെടും. സോ ക്യാപിറ്റൽ റൈസ് സ്റ്റോപ്പ് വെൻ വെർട്ടിക്കലി ഡൗൺവേർഡ് weight of liquid rise is exactly balanced by vertically upward component of surface tension force. അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, H is equal to 4 sigma cos theta by rho g d. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്, ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമുക്ക് തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നറിയാം, സിഗ്മ സർഫസ് ടെൻഷൻ ആണ്, എച്ച് ആണ് എത്ര മാത്രമാണ് അവിടെ ഹൈറ്റ് റൈസ് ചെയ്തത്, ഡി അവിടുത്തെ ഡയമീറ്റർ ആയിരിക്കും, ഡയമീറ്റർ ഓഫ് ദി ട്യൂബ്. ഓക്കെ, സോ ഇതാണ് ഒരു കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഇവിടെ അഡ്ഹഷൻ എന്താണ്, മിനിസ്കസ് എന്താണ്, കോൺകേവ് ഷേപ്പാണ്, അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലാണ്, കോഹിഷൻ ഫോഴ്സ് കുറവാണ്, ഇതിനകത്തുള്ളത് വാട്ടർ ആണ്. സോ ഇങ്ങനെയുള്ളൊരു മിനിസ്കസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലെസ് ദാൻ എന്താണ് 90 ഡിഗ്രി ആണെന്നറിയാം. ഇവിടുത്തെ എച്ച് ആണ് എത്ര മാത്രമാണ് കാപ്പിലറി റൈസ്, എരച്ച് മുകളിലോട്ട് കയറിയത് എത്ര മാത്രമാണ്. ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദ ട്യൂബാണ്. ദെൻ ഇതാണ് ക്യാപിറ്റൽ റൈസിൻ്റെ ഒരു ഗ്ലാസ് ട്യൂബിൽ വാട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അവിടുത്തെ ആ ക്യാപിറ്റൽ റൈസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ദ മോസ്റ്റ് കോമൺ ഇന്റർഫേസ് ആൻഡ് വാല്യൂ സിഗ്മ ഫോർ ക്ലീൻ ഇന്റർഫേസ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസിൻ്റെ ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സർഫസ് ടെൻഷൻ്റെ വാല്യൂ 0.073 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും എയർ വാട്ടർ ഇന്റർഫേസ് വരുമ്പോൾ. സിഗ്മയുടെ വാല്യൂ 0.480 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും എയർ മെർക്കുറി ഇന്റർഫേസ് വരുമ്പോൾ. ഇനി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ദ വാട്ടർ, തീറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഫോർ വാട്ടർ ക്ലീൻ സർഫസ് തീറ്റ എത്ര ഡിഗ്രി ആയിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. ഫോർ മെർക്കുറി ക്ലീൻ ഗ്ലാസ് തീറ്റ എത്ര ഡിഗ്രി ആയിരിക്കും, 130 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒരു വാട്ടർ ക്ലീൻ ഗ്ലാസ് സർഫസ് ആണെങ്കിൽ തീറ്റ 0 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഒരു മെർക്കുറി ക്ലീൻ ഗ്ലാസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ 130 ഡിഗ്രി ആയിരിക്കും. ഇനി ക്യാപിലറി റൈസ് ബിറ്റ്വീൻ ടു പാരലൽ പ്ലേറ്റ്, രണ്ട് പാരലൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ക്യാപിലറി റൈസിൻ്റെ ഇക്വേഷൻ ഇങ്ങനായി മാറും, H is equal to 2 sigma cos theta by rho gt. അപ്പോൾ നേരത്തെ ഇക്വേഷൻ മാറി, ഇവിടെ ക്യാപിറ്റൽ റൈസ് ബിറ്റ്വീൻ ടു പാരലൽ പ്ലേറ്റ്സ് ആണ്. ഇക്വേഷൻ എന്താണ്, 2 sigma cos theta by rho g t ആണ്. ടി എന്ന് പറയുന്നത് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്, രണ്ട് പാരലൽ പ്ലേറ്റ് ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഒരു ക്യാപിലറി റൈസ് ഇൻ ദ ആനലസ് ഓഫ് ടു കോൺസെൻട്രേറ്റ്, ഒരു ട്യൂബിന് മണ്ടയ്ക്കായിട്ട് നമ്മൾ അടുത്ത ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ക്യാപിലറി റൈസിൻ്റെ ഇക്വേഷൻ ആണ് 4 sigma cos theta by rho g into d minus d. ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് വലിയ ട്യൂബിൻ്റെ ഡയമീറ്റർ, സ്മോൾ ഡി എന്ന് പറയുന്ന ചെറിയ ട്യൂബിൻ്റെ ഡയമീറ്റർ. സോ H is equal to 4 sigma cos theta by rho g into d minus d. ദെൻ കാപ്പിലറി ഫാൾ ആണ്. കാപ്പിലറി ഫാൾ നമ്മൾ ഒരു നോൺ വെറ്റിംഗ് ലിക്വിഡ് ആണ്, നോൺ വെറ്റിംഗ് ലിക്വിഡ് ആകുമ്പോഴാണ് കാപ്പിലറി ഫാൾ ഉണ്ടാകുന്നത്. അവിടെ എന്തുകൊണ്ടായിരിക്കാം കാപ്പിലറി ഫാൾ ഉണ്ടാകുന്നത്? അവിടെ കൊഹിഷൻ ഫോഴ്സ് അഡ്ഹഷനേക്കാൾ കൂടുതലാണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ 90 ഡിഗ്രിയേക്കാൾ കൂടുതലുമാണ്. അപ്പോൾ ഇവിടെ കാപ്പിലറി ഫാൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വെൻ വെർട്ടിക്കലി അപ്വേർഡ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡ്യൂ ടു ഡിഫറൻസ് ഓഫ് ലിക്വിഡ് ലെവൽ ഈസ് എക്സാക്ട്ലി ബാലൻസ്ഡ് ബൈ ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. അപ്പോൾ ഇവിടെ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്, ഈ ലിക്വിഡിൻ്റെ ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻസ് ഓഫ് ലിക്വിഡ് ലെവൽ കൊണ്ടുണ്ടാകുന്ന ആ ഫോഴ്സ് ആര് ബാലൻസ് ചെയ്യുന്നു? എക്സാക്ട്ലി ബാലൻസ്ഡ് ബൈ വെർട്ടിക്കൽ ഡൗൺവേർഡ് കമ്പോണന്റ് ഓഫ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. സർഫസ് ടെൻഷൻ്റെ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഫോഴ്സ് കമ്പോണന്റ് ബാലൻസ് ചെയ്യുന്ന എപ്പോഴാണോ അപ്പോൾ വരെ എന്ത് സംഭവിക്കും? കാപ്പിലറി ഫാൾ ആ സമയത്ത് എപ്പോഴാണോ ബാലൻസ് ചെയ്യുന്ന ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യും, അതുവരെ ഈ കാപ്പിലറി ഫാൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മെനിസ്കസ് എന്തായിരിക്കും? ഒരു കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ H is equal to ഇക്വേഷൻ എന്താണ്? -4 sigma cos
കോസ് തീറ്റ ബൈ റോ ജി ഡി എന്നാണ് ഇക്വേഷൻ. കാരണം ആ നെഗറ്റീവ് വന്നിരിക്കുന്നത് ഇവിടെ ഡിപ്രഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഡിപ്രഷൻ മീൻസ് താഴോട്ടാണ് സംഭവിക്കുന്നത്. സോ ഈ ഹൈറ്റ് ആണ്, ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡാണ് ഇവിടേക്ക് പോയത്. സോ ദാറ്റ് ഈസ് കോൾഡ് കാപ്പിലറി ഡിപ്രഷൻ. ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രിയേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന മെനിസ്കസ് ഒരു കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും.